ഗൈസ് നമ്മളിപ്പോൾ ഈ വെള്ളത്തിൽ മുക്കി കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോൺ ഏതാണെന്നറിയോ? കഴിഞ്ഞ ദിവസം റിയൽമി പുറത്തിറക്കിയ റിയൽമി 14 Pro Plus എന്ന് പറഞ്ഞൊരു മോഡലാണിത്. 30,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ഫോൺ നോക്കുവാണെങ്കിൽ ഈ ഫോൺ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. ഈ ഫോൺ സജസ്റ്റ് ചെയ്യാനായിട്ട് 4 കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. ഒരു ക്വാഡ് കർവ് OLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിന്റെ 4 സൈഡും കർവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. അടിപൊളി കളർഫുൾ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ക്യാമറ, അടിപൊളി ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തവണ റിയൽമി ഈ ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഫോണിൽ വരുന്ന എല്ലാ ക്യാമറകളും ഇത്തവണ സോണി സെൻസറുകളാണ്. അതായത് ബാക്കിൽ വരുന്ന 3 ക്യാമറകളും സോണി IMX സെൻസറുകളും ഫ്രണ്ടിൽ വരുന്ന സെൽഫി ക്യാമറ പോലും സോണിയുടെ സെൻസറുകളാണ്. അതുകൊണ്ട് തന്നെ അടിപൊളി ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഫോണിന്റെ ഫുൾ റിവ്യൂ അതുപോലെ ക്യാമറ റിവ്യൂ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ ഈ ഫോൺ സജസ്റ്റ് ചെയ്യാനുള്ള മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഈ ഫോണിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതായത് ഒരു സ്ലിമ്മർ ഡിസൈനിൽ 6000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. മാത്രമല്ല ഇതിന്റെ ബോക്സിൽ 80 വാട്ട്സ് ചാർജറും നിങ്ങൾക്ക് കൂടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കാനും പറ്റും. ഒരു 6000 mAh ബിഗ്ഗർ ബാറ്ററി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലപോലെ ബാറ്ററി ബാക്കപ്പും കിട്ടും. നെക്സ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ IP റേറ്റിംഗ് ആണ്. നിങ്ങളുടെ ഫോൺ മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ അറിയാതെ വെള്ളത്തിൽ വീണാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. IP69 വാട്ടർ റെസിസ്റ്റന്റ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇട്ടാലും ഈ ഫോണിന് യാതൊരു കുഴപ്പവും വരത്തില്ല. മാത്രമല്ല ഇതിന് വേറൊരു ഫീച്ചർ കൂടെ വരുന്നുണ്ട്. ഇത് വെള്ളത്തിൽ ഇട്ടാൽ ഇതിന്റെ ബാക്ക് പാനലിന്റെ കളർ ചേഞ്ച് ആവും. ഈ ഫോൺ ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ പട്ടാമ്പിയിലെ നന്ദിലത് ജിമാർട്ടിൽ നിന്നാണ്. ഇപ്പോൾ ഈ ഫോണിന് അടിപൊളി ലോഞ്ചിങ് ഓഫേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്ദിലത് ജിമാർട്ടിലും ഈ ഫോൺ അവൈലബിൾ ആണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ ഇവിടെ നിന്നാണ് ഈ ഫോണിന്റെ റിവ്യൂ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിന്റെ ഫുൾ റിവ്യൂ കാണാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.